ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് വളരെ എളുപ്പത്തിലൊരു റംസാൻ സ്പെഷ്യൽ തരി കാച്ചിയത് അല്ലെങ്കിൽ തരിപ്പായസം ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് ഇതേ വളരെ കുറച്ച് സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു പായസമാണ് തരിപ്പായസം. നോമ്പ് കാലത്ത് മിക്ക വീടുകളിലും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ തരി കാച്ചിയത്. ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഈ തരി കാച്ചിയതിൽ ഒരിച്ചിരി സേമിയം കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഒരു പാത്രത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാക്കറ്റ് പാലാണ്. ആ പാല് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പാലൊഴിച്ചു. ഇനി നമുക്ക് ആ പാല് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പാല് നന്നായിട്ട് തിളച്ചു. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റവയും സേമിയൊക്കെ എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ഒരു 10 ഗ്ലാസ്സോരം ഉണ്ടാവും. അപ്പോൾ ഞാൻ റവ ചേർത്തു. ഇനി ഒന്ന് തിളച്ചതിന് ശേഷം സേമിയം കൂടി ചേർക്കുകയാണ് കേട്ടോ. ഇനി സേമിയവും റവയും നന്നായിട്ടൊന്ന് തിളച്ച് സേമിയ ഒന്നും ഇങ്ങോട്ട് വെന്ത് വരാം. സേമിയ വറക്കൊന്നും വേണ്ടേ. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയാണ് കേട്ടോ അതിൽ ചേർക്കൽ. പിന്നെ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കുന്നവരുണ്ട്. പക്ഷേ ഞാൻ മിൽക്ക് മെയ്ഡൊന്നും ഒഴിച്ചിട്ടില്ല. സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു പായസമാണ് തരി കാച്ചിയത്. ഇനി ഒരു നുള്ള് 2 ഏലക്കായ പൊടിച്ചതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടി തിളച്ചതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം. അധികം തിക്നെസ് വേണ്ട കേട്ടോ. അതുപോലെ തന്നെ നന്നായിട്ട് ലൂസാവാനും പാടില്ല. നമുക്ക് കുടിക്കാനുള്ളൊരു പാകത്തിനായിരിക്കണം. അതേ കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കണം എപ്പോഴും തരി കാച്ചിയത്. ഇനി ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞ് ഇത് നെയ്യിൽ വറവിടണം. അപ്പോഴാണ് ഒന്നും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതേ നെയ്യ് ഒഴിച്ചു ആവശ്യത്തിന്. പിന്നെ കാഷ്യൂവും മുന്തിരിയും കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർക്കുകയാണ്. ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്തിട്ട് അതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വറുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന പായസമാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ രീതിക്ക് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് മാത്രം. ഇതല്ലേ നമ്മുടെ റംസാൻ സ്പെഷ്യൽ തരി കാച്ചിയത് അഥവാ തരിപ്പായസം, തരിക്കഞ്ഞി എന്നൊക്കെ പറയും. നല്ല പായസമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.